ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ലോക ചരിത്രത്തിൽ മെർക്കന്റിലിസം എന്ന പ്രത്യയശാസ്ത്രത്തെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചു മാറ്റുന്നത്. ഏവർക്കും ഡീപ്പ് ലേണിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് എന്താണ് മെർക്കന്റിലിസം, മെർക്കന്റിലിസത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെ, മെർക്കന്റിലിസത്തിനെതിരായ വിമർശനങ്ങൾ എന്തൊക്കെ, മെർക്കന്റിലിസവുമായി ബന്ധപ്പെട്ട പ്രധാന തത്വചിന്തകർ ആരൊക്കെ. പിന്നീട് ഈ പഠിച്ച 4 ഭാഗങ്ങളുടെ ഒരു സമ്മറിയും അവസാനത്തെ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചു മാറ്റുന്നത്. ആദ്യം നമ്മൾ മെർക്കന്റിലിസം എന്താണ് എന്നതിനെ പറ്റിയിട്ട് പഠിക്കുന്നു. മെർക്കന്റിലിസം എന്നാൽ 16-18 നൂറ്റാണ്ടുകളിൽ, 16 മുതൽ 18 വരെയുള്ള നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ ശക്തി പ്രാപിച്ച ഒരു പ്രബലമായിട്ടുള്ള സാമ്പത്തിക സിദ്ധാന്തമായിരുന്നു മെർക്കന്റിലിസം എന്ന് പറയുന്നത്. ഈ മെർക്കന്റിലിസം പറഞ്ഞു വയ്ക്കുന്നു, ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ശക്തി എന്ന് പറയുന്നത് ആ രാജ്യത്തുള്ള വിലയേറിയ ലോഹങ്ങളുടെ ശേഖരണമാണ് എന്ന് മെർക്കന്റിലിസം പറഞ്ഞു വയ്ക്കുന്നു. ഈ വിലയേറിയ ലോഹങ്ങൾ എന്ന് പറയുന്നത് സ്വർണമോ വെള്ളിയോ ആകാം. ഈ വിലയേറിയ ലോഹങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് രാജ്യം കയറ്റുമതിയെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു. കയറ്റുമതി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പണം, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന പണത്തിൻ്റെ അളവ് കൂടും. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ലോഹങ്ങൾ രാജ്യത്തിൻ്റെ ശേഖരണത്തിലോട്ട് മാറ്റിവെക്കാൻ വേണ്ടി സാധിക്കും. ഇറക്കുമതി കുറച്ചു, ഒപ്പം തന്നെ താരിഫ് റേറ്റുകൾ കൂട്ടി, സബ്സിഡി റേറ്റുകൾ കൂട്ടി, വ്യാപാരത്തിന് മേലുള്ള രാഷ്ട്രത്തിൻ്റെ നിയന്ത്രണവും കൊണ്ടുവന്നു. ഇങ്ങനെയൊക്കെയാണ് മെർക്കന്റിലിസം വഴി ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ത് ചെയ്യപ്പെട്ടത്, ശേഖരിക്കപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമുക്ക് മെർക്കന്റിലിസത്തിൻ്റെ സവിശേഷതകളിലോട്ട് പോകാം. ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് സ്വർണത്തിൻ്റെ ശേഖരണമാണ്. രാജ്യം അതിൻ്റെ സമ്പത്ത്, അല്ലെങ്കിൽ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അധിനിവേശത്തിലൂടെയും മറ്റുമൊക്കെ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു, മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നും സ്വർണം എന്ന് പറയുന്ന സാധനത്തിന്, അല്ലെങ്കിൽ മറ്റു ലോഹങ്ങളെ എന്ത് ചെയ്യാൻ വേണ്ടി അവരുടെ ശേഖരണത്തിലോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. സ്വർണ്ണ ശേഖരണം ഓരോ രാജ്യവും അവൻ്റെ സമ്പത്തിൻ്റെ അടിത്തറയെ കണ്ടിട്ട് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത് മെർക്കന്റിലിസത്തിൻ്റെ ഒരു പ്രത്യേകത ആയിരുന്നു. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ശേഷി എന്ന് പറയുന്നത് ആ രാജ്യത്തുള്ള സ്വർണത്തിൻ്റെ ശേഖരണമാണ് എന്ന് കൺസിഡർ ചെയ്തിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു മെർക്കന്റിലിസത്തിൻ്റെ കാലഘട്ടം എന്നുകൂടി പറയുന്നത്. രണ്ടാമത്തേത്, അനുകൂല വ്യാപാര സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ കാലഘട്ടം എന്ത് ചെയ്തിരുന്നു, പ്രാധാന്യം കൊടുത്തിരുന്നു. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞില്ല, ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് കൂട്ടണമെങ്കിൽ എന്ത് വേണം, കയറ്റുമതി വേണം, ഒപ്പം തന്നെ ഇറക്കുമതി വേണം, അല്ലേ. നമുക്ക് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ് മറ്റൊരു രാജ്യത്തിലോട്ട് കയറ്റുമതി ചെയ്തിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, സമ്പത്ത് കിട്ടത്തുള്ളൂ. സ്വാഭാവികമായിട്ടും മറ്റ് രാജ്യങ്ങളുമായിട്ടും നമുക്ക് എന്തുണ്ടായിരിക്കണം, ഒരു നല്ല വ്യാപാര ബന്ധം ഉണ്ടായിരിക്കണം, അല്ലേ. നമ്മൾ അത്രയും കോൺഫ്ലിക്റ്റ് ഉള്ള 2 രാജ്യങ്ങളാണെങ്കിൽ ഈ വ്യാപാരം നടക്കുമോ, നമ്മളെ സമ്പത്ത് കൂടുമോ, ഇല്ല. സ്വാഭാവികമായിട്ടും ഈ മെർക്കന്റിലിസത്തിൻ്റെ ഭാഗമായി, കയറ്റുമതികൾ കൂടുന്നതിൻ്റെ ഭാഗമായി നമ്മൾ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു, വ്യാപാര സന്തുലിതാവസ്ഥ എന്ന് പറയുന്ന സ്ഥിതി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള പ്രവർത്തികളായിരുന്നു ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അടുത്ത മൂന്നാമത്തെ സവിശേഷത എന്ന് വെച്ചാൽ മെർക്കന്റിലിസം കോളനിവൽക്കരണത്തെ എന്ത് ചെയ്തിരുന്നു, പ്രൊമോട്ട് ചെയ്തു. അതായത് സമ്പത്ത് കൂടുതലായിട്ട് വേണം, മറ്റ് രാജ്യങ്ങളുമായിട്ട് സൗഹൃദമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. മറ്റ് രാജ്യങ്ങളിലോട്ട് നമുക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളെ കയറ്റുമതി ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് തന്നെ വിചാരിക്കുക. ഇതേ പോസിബിലിറ്റി തന്നെ മറ്റു രാജ്യങ്ങൾക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു രാജ്യത്തിലോട്ട് കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അവിടെ വലിയ കോമ്പറ്റീഷൻ വരും, നമ്മളെ പ്രോഡക്റ്റ് ചിലപ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവിടെ വിറ്റുപോകത്തുള്ളൂ, ചിലപ്പോൾ അത് അവിടെ കെട്ടിക്കിടന്നതും വരും. എന്നാൽ കോളനികൾ സ്ഥാപിക്കപ്പെടുകയാണെങ്കിൽ കോളനികളുടെ മോണോപ്പൊളി ആർക്കായിരിക്കും, കോളനി സ്ഥാപിച്ച രാജ്യത്തിനായിരിക്കും. അപ്പോൾ ഈ കോളനി സ്ഥാപിച്ച മാതൃരാജ്യം ആ രാജ്യത്തിനുള്ള സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ കൊണ്ടിട്ട് വിൽക്കും, കോളനിയിൽ കൊണ്ടിട്ട് വിൽക്കും. ഇവിടെ ഒരു മോണോപ്പൊളി സൃഷ്ടിക്കപ്പെടും. മോണോപ്പൊളിയിലൂടെ വലിയ വരുമാനം മാതൃരാജ്യത്തോട്ട് കിട്ടും. അങ്ങനെ കോളനിവൽക്കരണവും മെർക്കന്റിലിസത്തിൻ്റെ എന്തായി മാറി, ഒരു സവിശേഷതയായിട്ട് മാറി. മൂന്നാമത്തെ സവിശേഷതയായിരുന്നു രാഷ്ട്രീയ കുത്തകകളെന്ന് പറയുന്നത്. ഇത് ഞാനിപ്പോൾ പറഞ്ഞ സാധനമാണ്. മെർക്കന്റിലിസത്തിലൂടെ വന്നൊരു സംഭവമായിരുന്നു എന്തെന്ന് പറയുന്നത്, കോളനിവൽക്കരണം എന്ന് പറയുന്നത്. കോളനിവൽക്കരണം എന്ന് പറയുന്നത് മെർക്കന്റിലിസത്തിലൂടെ വന്നതായിരുന്നു. ഈ കോളനിയിൽ ഇറക്കുമതി ചെയ്യാനും കയറ്റുമതി ചെയ്യാനും അധികാരമുണ്ടായിരുന്ന രാജ്യം എന്ന് പറയുന്നത് അവിടെ കോളനി സ്ഥാപിച്ച രാജ്യത്തിലായിരിക്കും. മറ്റ് രാജ്യങ്ങൾക്കൊന്നും എന്തില്ല, ആ രാജ്യത്തിൽ ഒരു സാധനവും ഇറക്കുമതി ചെയ്യാനോ കയറ്റുമതി ചെയ്യാനോ വ്യാപാരം ചെയ്യാനോ ഒന്നിനുമുള്ള അനുമതിയില്ല. അവിടെയുള്ള എല്ലാ മേഖലയിലും, കോളനി രാജ്യങ്ങളിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നത് ആരായിരിക്കും, ഈ കുത്തക രാജ്യങ്ങളായിരിക്കും. അങ്ങനെ രാഷ്ട്രീയ കുത്തക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മെർക്കന്റിലിസത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, ഉത്ഭവിച്ചു.
അഞ്ചാമത്തേത് സംരക്ഷണവാദമാണ്. ഒരു രാജ്യത്ത് എന്തുണ്ടായിരിക്കും, ഒരുപാട് വ്യവസായികൾ ഉണ്ടായിരിക്കും. വ്യവസായികൾ എന്ത് ചെയ്യും, ഒരുപാട് സാധനങ്ങൾ വിപണിയിൽ ഇറക്കും. ഈ വിപണിയിൽ ഒരുപാട് സാധനങ്ങൾ ഇറക്കി കഴിഞ്ഞാൽ വിപണി എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, കൂടുതൽ സ്ഥലങ്ങളിലോട്ട് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഈ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളെ കൂടുതൽ രാജ്യത്തിലോട്ട് എത്തിക്കേണ്ട ഉത്തരവാദിത്വം എന്ത് ചെയ്യും, ആ രാജ്യത്തിന് ഉണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷനിലോട്ടാണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, പിന്തള്ളപ്പെടാം. അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിലോട്ട് കയറ്റുമതി ചെയ്യുവാണ്, ആ രാജ്യം നമ്മുടെ പ്രോഡക്റ്റിന് മേൽ വലിയ രീതിയിലുള്ള താരിഫുകൾ ഏർപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ എത്രയൊക്കെ കൂടുതലുണ്ടെന്ന് പറയുന്നത് തന്നെ നമ്മളെ പ്രോഡക്റ്റ് ചിലപ്പോൾ വിറ്റഴിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഇങ്ങനെ ഇരിക്കെ ഒരു രാജ്യത്തിൻ്റെ വ്യവസായത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കോളനിവൽക്കരണം അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ പിടിച്ചെടുക്കുന്നത് എന്ന രീതിയിൽ ഒരു സംരക്ഷണവാദം അഥവാ പ്രൊട്ടക്ഷണലിസം എന്ന് പറയുന്ന ഒരു സാധനം എന്ത് ചെയ്തു, ഉണ്ടാവുകയും ചെയ്തു. പ്രൊട്ടക്ഷണലിസം എന്ന് പറയുന്ന ഒരു സാധനം മെർക്കന്റിലിസത്തിന്റെ ഭാഗമായിട്ട് യൂറോപ്പിൽ എന്ത് ചെയ്തു, ഉയർന്നു വന്നു. പ്രൊട്ടക്ഷനിസം എല്ലാ കാലഘട്ടത്തിലും ആഭ്യന്തര വ്യാപാരികളെയും ഒപ്പം തന്നെ ഇറക്കുമതിയെയും കുറഞ്ഞ അളവിലുള്ള കുറഞ്ഞ ടാക്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇറക്കുമതിയെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എന്ത് ചെയ്തിരുന്നത്, നടപ്പിലാക്കി വന്നിരുന്നത്. ഇനി സാമ്പത്തിക ദേശീയത എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. സാമ്പത്തിക ദേശീയതയും എന്തിൻ്റെ ഭാഗമായിരുന്നു, മെർക്കന്റിലിസത്തിൻ്റെ സവിശേഷതകളിൽ ഒന്നായിരുന്നു. സാമ്പത്തിക ദേശീയത എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ആ രാജ്യം ആർജിച്ച സമ്പത്തിൻ്റെയും സ്വയം പര്യാപ്തതയുടെയും അടിസ്ഥാനത്തിലായിരിക്കും എന്ന ഒരാശയം ഈ കാലഘട്ടത്തിൽ മെർക്കന്റിലിസത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്നു. ഒരു രാജ്യം ആർജിച്ച സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലും സ്വയം പര്യാപ്തത എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളുടെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ ഇൻഫ്ലുവൻസിൽ പെടാതെ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു രാജ്യത്തിൻ്റെ അവകാശത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്വയം പര്യാപ്തത എന്ന് പറയുന്നത്. ഈ രണ്ട് ഘടകങ്ങളെ ആശ്രയിച്ചിട്ടുള്ള രാജ്യങ്ങളുടെ രൂപീകരണം, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, സാമ്പത്തിക ദേശീയത എന്ന് പറയുന്നത്. ഈ സാമ്പത്തിക ദേശീയത എന്ന് പറയുന്നത് എന്താണ്, മെർക്കന്റിലിസത്തിൻ്റെ മറ്റൊരു സവിശേഷതയായിരുന്നു. ഒപ്പം തന്നെ സാമ്പത്തിക നിയന്ത്രണവും ഈ കാലഘട്ടത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായിരുന്നു. അതായത് കോളനിവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് പല യൂറോപ്യൻ ശക്തികളും ഏഷ്യയിലും അതേപോലെ തന്നെ ആഫ്രിക്കയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് മേൽ രാജ്യങ്ങൾ കൃത്യമായിട്ടുള്ള നിയന്ത്രണം എന്ത് ചെയ്തു, ഏർപ്പെടുത്തിയിരുന്നു. അവർക്കടയ്ക്കേണ്ട ടാക്സ്, അവരവിടെ നടത്തേണ്ട പ്രവർത്തനങ്ങൾ, ഇത് നിയമങ്ങളിലൂടെയും സർക്കുലറിലൂടെയും ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്, അവർ രാജ്യങ്ങൾ നടപ്പിലാക്കിയിരുന്നത്. ഇത്തരത്തിലുള്ള സാമ്പത്തിക നിയന്ത്രണങ്ങൾ രാജ്യങ്ങൾ കമ്പനികൾക്ക് മേലോ അല്ലെങ്കിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്ന മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മേലോ ഇടപെടുത്തുന്നത് മെർക്കന്റിലിസത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്ത് മെർക്കന്റിലിസത്തിനെ പറ്റി പറയുന്ന പ്രധാന വിമർശനങ്ങളെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. മെർക്കന്റിലിസത്തിൻ്റെ ഒന്നാമത്തെ വിമർശനം എന്ന് പറയുന്നത് ഫലപ്രാപ്തി ഇല്ലായ്മയും അഴിമതിയുമാണ്. കാര്യം, മെർക്കന്റിലിസത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്തുണ്ടാക്കുന്നത്, കോളനികൾ ഉണ്ടാക്കുന്നത്. കോളനികളിൽ കോമ്പറ്റീഷൻ ഉണ്ടോ? കോമ്പറ്റീഷൻ ഇല്ല. നമ്മൾ രാജ്യത്തുണ്ടാക്കുന്ന വസ്തുക്കൾ മോശമായിരുന്നാലും നല്ലതായിരുന്നാലും അവിടെ മോണോപ്പൊളി ഉള്ളതുകൊണ്ട്, കോളനി രാജ്യങ്ങളിൽ മോണോപ്പൊളി ഉള്ളതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സർക്കാർ കുത്തകകളായിട്ടായിരിക്കും അവരവിടെ എന്ത് ചെയ്യുന്നത്, കച്ചവടം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഇതിലെന്തില്ല, ഒരു കോമ്പറ്റീഷനോ കാര്യക്ഷമതയോ ഇല്ലാത്ത ഒരു രീതിയിലുള്ള ഉൽപാദനമായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ കോളനി രാജ്യങ്ങളിൽ വലിയ രീതിയിലുള്ള അഴിമതി ഇവിടെ നടക്കുന്നു. കാര്യം എന്താ, കുത്തകകളാണ്. ഇവരെ ചോദ്യം ചെയ്യാൻ ഇവിടെ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനും ഇല്ല, മറ്റു രാജ്യങ്ങൾക്കും പറ്റുന്നില്ല. സ്വാഭാവികമായിട്ടും അഴിമതിയും ഫലപ്രാപ്തിയും മെർക്കന്റിലിസത്തിൻ്റെ ബൈ പ്രോഡക്റ്റുകളായിരുന്നു എന്ന് പറയപ്പെടുന്നു. മനുഷ്യാവകാശ ലംഘനങ്ങൾ, പിടിച്ചെടുത്ത പ്രദേശങ്ങൾ അല്ലെങ്കിൽ പിടിച്ചെടുത്ത കോളനി രാജ്യങ്ങളിൽ ചോദിക്കാനും പറയാൻ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടുകൊണ്ട് സമ്പത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഈ രാജ്യങ്ങൾ എന്ത് ചെയ്തിരുന്നത്, നടപ്പിലാക്കി പോയിരുന്നത്. മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്ന് പറയുന്നത് എന്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു, മെർക്കന്റിലിസത്തിൻ്റെ പ്രത്യേകതയായിരുന്നു, അതിൻ്റെ ഒരു വലിയ പോരായ്മ ആയിരുന്നു. വ്യാപാരവൽക്കരണത്തെ തുടർന്ന് അടിമത്വം, അതേപോലെ തന്നെ അന്യായമായിട്ടുള്ള വ്യാപാര ചട്ടക്കൂടുകൾ ഇതെല്ലാം തന്നെ ഈ കോളനി രാജ്യങ്ങളിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് ആര് തയ്യാറായിരുന്നു, ഈ മാതൃരാജ്യങ്ങൾ തയ്യാറായിരുന്നു. ഇതെല്ലാം മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്ത് ചെയ്യുന്നതാണ്, ഇംപ്ലൈ ചെയ്യുന്നതാണ്. ഇത് മെർക്കന്റിലിസത്തിൻ്റെ ഒരു വിമർശനമായിട്ട് തത്വചിന്തകരെ കാണുന്നു. പിന്നെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന കൊളോണിയൽ പോരാട്ടങ്ങളും മെർക്കന്റിലിസത്തിൻ്റെ മറ്റൊരു വിമർശനങ്ങൾ പെടുന്നതാണ്. കോളനി രാജ്യങ്ങൾ വലിയ രീതിയിലുള്ള പണപ്പെരുപ്പവും കനത്ത നികുതിയും ആരേർപ്പെടുത്തി, ഈ പിടിച്ചെടുത്ത രാജ്യങ്ങൾ അല്ലെങ്കിൽ ഈ മാതൃരാജ്യങ്ങൾ ഏർപ്പെടുത്തി. ഇത് വലിയ രീതിയിൽ കോളനി രാജ്യങ്ങളിലെ വലിയ രീതിയിൽ സാമ്പത്തിക ചൂഷണത്തിന് വിധേയമാക്കി.
ഇത് പിൽക്കാലത്ത് കോളനികൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു? ഈ മാതൃരാജ്യങ്ങളിൽ നിന്ന് വിമോചിതരാകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. നമ്മുടെ ദാദാഭായ് നവറോജിയുടെ ഡ്രെയിൻ വെൽത്ത് തിയറി എല്ലാം ഇത്തരത്തിലുള്ള കോളനിവൽക്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചൂഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്ന ഒന്നായിരുന്നു. ഒരു കോളനി രാജ്യത്തിൽ നിന്ന് മാതൃരാജ്യം അടിച്ചു മാറ്റുന്ന അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങളായിരുന്നു ഡ്രെയിൻ വെൽത്ത് തിയറിയിലെല്ലാം പറഞ്ഞു വെച്ചത്. ഒന്നും കൂടി മെർക്കന്റിലിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വിമർശനങ്ങളാണ്: ഒന്നാമത്തേത്, ഇതിൽ ഫലപ്രാപ്തി ഇല്ലായ്മയും അഴിമതിയും നിറഞ്ഞിരിക്കുന്നു. 2, വലിയ രീതിയിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളാണ് മെർക്കന്റിലിസത്തിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിയത്. 3, കൊളോണിയൽ പോരാട്ടങ്ങൾ കൊളോണിയൽ രാജ്യങ്ങൾക്കുള്ളിലുള്ളതും ഒപ്പം തന്നെ കൊളോണിയൽ രാജ്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് രാജ്യങ്ങൾ തമ്മിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യയെ സാമ്രാജ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ വലിയ പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഇതും വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ രാജ്യങ്ങൾക്ക് എന്ത് ചെയ്തു? ഉണ്ടാക്കി കൊടുത്തു. കൊളോണിയൽ രാജ്യത്തിനുണ്ടാക്കി ഈ രാജ്യങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തു. ഇതേപോലുള്ള വലിയ പോരാട്ടങ്ങളും മെർക്കന്റിലിസത്തിന്റെ പോരായ്മകളായിട്ട് ആര് കാണുന്നു? തത്വചിന്തകരെ കാണുന്നു. മെർക്കന്റിലിസവുമായി ബന്ധപ്പെട്ട പ്രധാന ചിന്തകരെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തെ ആളായിരുന്നു തോമസ് മുൻ. തോമസ് മുൻ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ഒരു പ്രധാന തത്വചിന്തകനായിരുന്നു. ആരെന്ന് പറയുന്നത്? തോമസ് മുൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം കയറ്റുമതി ഇറക്കുമതിയേക്കാൾ കൂടിയിരുന്നാൽ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥിതി എന്ത് ചെയ്യും? വളരെ വേഗത്തിൽ കുതിച്ചു ചാടും, അല്ലെങ്കിൽ സാമ്പത്തിക വ്യവസ്ഥ വളരെ പെട്ടെന്ന് അഭിവൃദ്ധിപ്പെടുമെന്ന് എന്ത് ചെയ്തു? പറഞ്ഞു വെച്ചു. കയറ്റുമതി കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ് ഒരു രാജ്യം സ്വീകരിക്കേണ്ടത് എന്നും അദ്ദേഹം എന്ത് ചെയ്തു? പറഞ്ഞു വെച്ചു. മെർക്കന്റിലിസത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ആശയം പ്രൊമോട്ട് ചെയ്ത ആളായിരുന്നു ആരെന്ന് പറയുന്നത്? ഇംഗ്ലണ്ടിലെ തത്വചിന്തകനായിട്ടുള്ളായിരുന്ന തോമസ് മുൻ. അടുത്ത ആളിനെ നമുക്കറിയാം, കോൾബർട്ടാണ്. കോൾബർട്ട് ലൂയി 14 രാജാവിൻ്റെ, ഫ്രഞ്ചിലെ ലൂയി 14 രാജാവിൻ്റെ കീഴിലുണ്ടായിരുന്ന മന്ത്രിയായിരുന്നു ആരെന്ന് പറയുന്നത്? കോൾബർട്ട് എന്ന് പറയുന്നത്. കോൾബർട്ട് റെഗുലേറ്റഡ് ട്രേഡ്, അതായത് രാജ്യത്തിൻ്റെ കൺട്രോളിലുള്ള ട്രേഡിനെയാണ് റെഗുലേറ്റഡ് ട്രേഡ് എന്ന് പറയുന്നത്. വ്യാപാരികൾ എന്ത് ചെയ്യും? കച്ചവടം നടത്തും. പക്ഷേ ഈ കച്ചവടം എന്ന് പറയുന്നത് ആരുടെ നിയന്ത്രണത്തിലായിരിക്കും? രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലുള്ളതായിരിക്കും. അങ്ങനത്തെ ഈ റെഗുലേറ്റഡ് ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മെർക്കന്റിലിസ്റ്റ് ആശയം പ്രൊമോട്ട് ചെയ്ത ആളായിരുന്നു ആരെന്ന് പറയുന്നത്? കോൾബർട്ട് എന്ന് പറയുന്നത്. അടുത്ത ആന്റണിയോ യോസറ എന്ന് പറയുന്ന ഇറ്റാലിയൻ തത്വചിന്തകനാണ്. ഇദ്ദേഹം അർബൻ എക്കണോമിയെ അഥവാ നഗര സാമ്പത്തിക ശാസ്ത്രത്തിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത്? ഈ ആന്റോണിയോ സെറ എന്ന് പറയുന്നത്. അദ്ദേഹം റെഗുലേറ്റഡ് ട്രേഡിനെ തന്നെയാണ് പ്രൊമോട്ട് ചെയ്തിരുന്നത്. ഒപ്പം തന്നെ എന്തിനേയും കൂടി പ്രൊമോട്ട് ചെയ്തു? നഗര എക്കണോമി അല്ലെങ്കിൽ അർബൻ ട്രേഡ് ആയിരിക്കും ഒരു രാജ്യത്തിൻ്റെ എന്ത് ചെയ്യുന്നത്? സമ്പദ്സ്ഥിതിയെ വളരെ പെട്ടെന്ന് ബൂസ്റ്റ് ചെയ്യുന്നത്, വളരെ പെട്ടെന്ന് ഉയർത്തിക്കൊണ്ട് വരുന്നത് എന്ന് പറഞ്ഞ ആളായിരുന്നു ആരെന്ന് പറയുന്നത്? ആന്റോണിയോ സെറ എന്ന് പറയുന്നത്. മെർക്കന്റിലിസവുമായി നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ ഒരു കൺക്ലൂഷനാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെർക്കന്റിലിസം എന്ന ആശയം പിന്നീട് യൂറോപ്പിൽ ഒരു സാമ്പത്തിക കൊളോണിയൽ നയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി. അതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക നയങ്ങളായിരുന്നിരുന്നില്ല മെർക്കന്റിലിസത്തിന് ശേഷം യൂറോപ്പിലെ പല രാജ്യങ്ങളും പിന്നീട് എന്ത് ചെയ്തിരുന്നത്? പിന്തുടർന്നു പോയിരുന്നത്. അതിൽ ഗണ്യമായിട്ടുള്ള മാറ്റം അല്ലെങ്കിൽ ഗണ്യമായിട്ടുള്ള വ്യത്യാസം സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒപ്പം തന്നെ മെർക്കന്റിലിസത്തിൻ്റെ ഭാഗമായിട്ട് ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ആ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട പ്രധാന വസ്തുക്കൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ആഗോള വ്യാപാര ശൃംഖല രൂപപ്പെടുത്തി വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ആഗോള വ്യാപാര ശൃംഖലയുടെ ഭാഗമായിരുന്നു കോളനി രാജ്യങ്ങൾ എന്ന് പറയുന്നത്. കോളനി രാജ്യങ്ങളുടെ ചൂഷണവും കുത്തകകളും അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്മേൽ ആധിപത്യം സൃഷ്ടിക്കുന്നതും അവിടെ കുത്തകളാക്കി മാറ്റുന്നതും മെർക്കന്റിലിസത്തിൻ്റെ ബാക്കി പത്രങ്ങൾ ആയിരുന്നു. ഇതിനു വേണ്ടിയിട്ട് കോളനികൾ ഉണ്ടാക്കുന്നതിന് അവിടെ ചൂഷണങ്ങൾ നടത്തുന്നതും അവിടെ കുത്തകകൾ സ്ഥാപിക്കുന്നതും ഈ സ്ഥാപിച്ച രാജ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ആ മാതൃരാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്തിരുന്ന കാര്യമെന്നാണ് പറഞ്ഞിരുന്നത്. അതായത് തങ്ങളുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളെ മറ്റൊരു രാജ്യത്ത് കൊണ്ട് എന്ത് ചെയ്യുന്നതിന്? കയറ്റുമതി ചെയ്യുന്നതിന് അല്ലെങ്കിൽ വിറ്റഴിക്കുന്നതിന്. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപ്പാദനം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? റോ മെറ്റീരിയൽ വേണം. ഈ റോ മെറ്റീരിയലിന് ഒരു കുത്തക കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ റോ മെറ്റീരിയൽ കൊണ്ടുവരുന്നതിനുള്ള പ്രദേശങ്ങളായിട്ടാണ് നമ്മൾ കോളനികൾ എന്ത് ചെയ്യുന്നത്? സ്ഥാപിക്കുന്നത് എന്നായിരുന്നു ഈ കോളനി സ്ഥാപിക്കുന്ന മാതൃരാജ്യങ്ങൾ ആ നാട്ടിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇങ്ങനെ പഠിക്കാം, കൊളോണിയൽ ചൂഷണവും കുത്തകകളും ഇതുമായി ബന്ധപ്പെട്ട സംരക്ഷണവാദവും മെർക്കന്റിലിസത്തിൻ്റെ ഉദാഹരണങ്ങളായിരുന്നു അല്ലെങ്കിൽ മെർക്കന്റിലിസത്തിൻ്റെ പ്രത്യേകതകൾ ആയിരുന്നു. പിന്നീട് ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ കോളനിയാക്കുന്നത് ആരായിരുന്നു? ഇംഗ്ലണ്ടായിരുന്നു അല്ലേ? ഈ ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയത് ആരാ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിരുന്നു. ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മേൽ ശക്തമായിട്ടുള്ള റെഗുലേഷൻസ് ആര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു? ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എക്സാമ്പിളാണ് റെഗുലേഷൻ ആക്ട് 1773,
അതേപോലെ തന്നെ പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. ഇവയെല്ലാം തന്നെ ഈ ആർക്കെതിരെ, ഇവിടെ ഉണ്ടായിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള നിയന്ത്രണങ്ങളായിരുന്നു. ഇപ്രകാരം കർക്കശമായിട്ടുള്ള വ്യവസ്ഥിതികൾ അല്ലെങ്കിൽ കർക്കശമായിട്ടുള്ള നിയന്ത്രണങ്ങൾ രാജ്യങ്ങൾ ആ രാജ്യത്തിൻ്റെ വ്യാവസായിക സ്ഥാപനങ്ങൾക്കെതിരെ മെർക്കന്റിലിസത്തിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിയിരുന്നു. ഇത് മെർക്കന്റിലിസത്തിൻ്റെ മറ്റൊരു തകർച്ചയിലോട്ട് പോവുകയാണ് ചെയ്തത്. മെർക്കന്റിലിസത്തിൽ നിന്നൊക്കെ മാറിയതിനു ശേഷം കൂടുതൽ സ്വതന്ത്ര വ്യാപാരം, മുതലാളിത്തം തുടങ്ങിയ ലിബറൽ സാമ്പത്തിക വഴിയിലോട്ട് ജനങ്ങളെ നടത്തുന്നതിന് ഇത്തരത്തിലുള്ള കർക്കശമായിട്ടുള്ള നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ വ്യവസ്ഥകൾ കാരണമായി എന്നുകൂടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പിൽക്കാലത്ത് എന്തൊക്കെ പറഞ്ഞിരുന്നാലും പിൽക്കാലത്ത് സാമ്രാജ്യങ്ങൾ രൂപീകരിക്കുന്നതിനും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ സ്വാധീനിക്കുന്നതിനും പിന്നീട് അതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായിട്ടുള്ള വിപ്ലവങ്ങൾ സംഭവിക്കുന്നതിനും എല്ലാം കാരണമായിട്ടുള്ള ഒരു വലിയ പ്രത്യയശാസ്ത്രമായിരുന്നു മെർക്കന്റിലിസം എന്ന് പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മെർക്കന്റിലിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുവിധ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ചോദിക്കേണ്ടതാണ്. അതിൽ ആൻസർ തരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഏവർക്കും നന്ദി. താങ്ക് യു.